അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പുതിയ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ക്യാൻഡിൽ സ്റ്റിക്കാണ്. അപ്പം അതിന് മുമ്പായിട്ട് സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, അതായത് ഈ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ് ഇത് എന്താണെന്നറിയാമെങ്കിൽ മാത്രമേ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇത് രണ്ടും മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ രണ്ട് സപ്പോർട്ട്, റെസിസ്റ്റൻസ് അത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം വന്ന് ഇതിനെക്കുറിച്ച്, അതായത് ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പം ഇത് ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണ്, ഗ്രേവ് സ്റ്റോൺ ഡോജിയാണ്. ഇതിപ്പം ഈ ഡോജി ക്യാനിൽ തന്നെ വിക്ക് ലോങ് ആയിട്ടുള്ളത്, അതായത് വിക്ക് മാത്രം കൂടുതലായിട്ടുള്ളത്, ബോഡി ചെറുതായിട്ടുള്ളതായിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്കാണ് ഇത്. ഓക്കെ. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഡ്രാഗൺ ഫ്ലൈ ഡോജി സപ്പോർട്ട് ഏരിയ, ഇത് റെസിസ്റ്റൻസ് ഏരിയ, ഇത് റെസിസ്റ്റൻസ് സപ്പോർട്ട്. അപ്പം ഇതെല്ലാം ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്ന ഏരിയ ആണ് ഞാനിപ്പം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഈ ഒരു സപ്പോർട്ട് ഏരിയ, ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജി സപ്പോർട്ട് ഏരിയയിൽ മാത്രം ആക്ട് ചെയ്യുന്നല്ല, ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയയിലാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം ഈ ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് ആണ്. അപ്പം ഇതുപോലെ തന്നെ ഇപ്പം ലോങ് ലെഗ്ഡ് ഡോജി, ഇപ്പം ഇതും ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് രണ്ട് ഏരിയയിലും ഇത് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് ഇതിനകത്ത് മെയിനായിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞത് ഈ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ. ഈ ഇൻഡിസിഷൻ ക്യാൻഡിൽ നമ്മൾ രണ്ട് ഏരിയയിലും, റെസിസ്റ്റൻസ് ആയാലും സപ്പോർട്ട് ഏരിയയിലായാലും ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്ന രണ്ട് ക്യാൻഡിലാണ് ഇത് ഇപ്പം ഹാമർ ക്യാൻഡിൽ, ഈ ഹാമർ ക്യാൻഡിൽ സപ്പോർട്ട് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ഏരിയയിൽ ഈ ഷൂട്ടിംഗ് സ്റ്റാർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഈ മൂന്നും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ക്യാൻഡിലാണ്, ഈ ഇൻഡിസിഷൻ ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഏരിയയിലും ഇപ്പം ഇപ്പം സപ്പോർട്ട് ഏരിയയിലായാലും റെസിസ്റ്റൻസ് ഏരിയയിലായാലും ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് വരുമ്പോഴത്തേക്ക് ഇതിപ്പം 2-3 വട്ടം വരികയാണെങ്കിൽ നമുക്ക് അതായത് ഇത് ബയ്യേഴ്സും സെല്ലേഴ്സും ഒരേപോലെ ആക്ട് ചെയ്യുന്നു എന്ന് പറയാം. അതായത് മേളിലോട്ട് ഇപ്പം ബൈയിങ് ഏരിയയിലോട്ട് വന്ന ഒരു മാർക്കറ്റാണെന്ന് വെച്ചോ, ആ മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അപ്പം സെല്ലേഴ്സ് സ്ട്രോങ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ ചാർട്ടിലോട്ട് വരുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മളിപ്പം ആദ്യത്തെ സപ്പോർട്ട് ഏരിയയിൽ, ഇതിപ്പം സപ്പോർട്ട് ഏരിയയിലാണ് കൂടുതലും ആക്ട് ചെയ്യുന്നത്, ഇത് റെസിസ്റ്റൻസ് ഏരിയയിലാണ് എന്നും പറഞ്ഞ് ഇവിടെ മാത്രം ആക്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളതല്ല. ഇതിപ്പം സപ്പോർട്ട് ഏരിയയിലായിരിക്കും കൂടുതൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതെല്ലായിടത്തും ഈ പറയുന്ന ഈ 3 ക്യാൻഡിലായാലും, ഇതായാലും, ഈ ഗ്രേവ് സ്റ്റോൺ ഡോജി ആയാലും, ഇപ്പം ഈ ഡോജി ക്യാൻഡിലാണെങ്കിലും, അതുപോലെ തന്നെ ഈ ഹാമർ ക്യാൻഡിലായാലും ഷൂട്ടിംഗ് സ്റ്റാർ ആയാലും എല്ലായിടത്തും ആക്ട് ചെയ്യും. ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ എവിടെ വേണമെങ്കിലും ആക്ട് ചെയ്യും. പക്ഷേ കൂടുതലും ആക്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഓക്കെ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഏരിയയിലും കണ്ടിന്യൂസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ചാർട്ടിലോട്ട് നോക്കാം. ചാർട്ടിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ. അപ്പം നമ്മളിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കണ്ടിട്ട് ഓർമ്മയുണ്ടോ നോക്കാം. നേരത്തെ ഞാൻ കാണിച്ചതിനകത്ത് ഉള്ള ഹാമർ ക്യാൻഡിലാണിത്. ഹാമർ ക്യാൻഡിൽ, ഈ ഹാമർ ക്യാൻഡിൽ എന്താണ് ഇവിടെ, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണല്ലേ. ഈ സപ്പോർട്ട് ഏരിയയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയയിൽ ഈ ഹാമർ ക്യാൻഡിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൂടുതലും ആക്ട് ചെയ്യുന്ന സപ്പോർട്ട് ഏരിയയിലായിരിക്കും ഈ ക്യാൻഡിൽ എന്നും പറഞ്ഞ് റെസിസ്റ്റൻസ് ഏരിയയിൽ ആക്ട് ചെയ്യില്ലെന്നല്ല, റെസിസ്റ്റൻസ് ഏരിയയിലും ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ സപ്പോർട്ട് ഏരിയയിൽ ഇവിടെ വരുമ്പോൾ, ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ, ഈ വിക്കും ബോഡിയും കൂടെ വേണം നമ്മൾ സോണായിട്ട് വരച്ചിടാൻ. അപ്പോൾ ഈ സോണായിട്ട് വരച്ചതിന് എവിടെ വന്നാലും നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. നമുക്ക് എൻട്രി എടുക്കാം. ഇപ്പോൾ ഈ ഏരിയയിൽ എവിടെ വന്നാലും നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ.
ഹാമർ ക്യാൻഡിൽ ഇനിയും റെസിസ്റ്റൻസ് ഏരിയയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഈ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഏരിയയിൽ ഇത് ഹാമർ ക്യാൻഡിലാണ് അല്ലേ, ഇത് ഈ ഹാമർ ക്യാൻഡിൽ ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, അവിടെയും ആക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എല്ലായിടത്തും ആക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് ഈ സപ്പോർട്ട് ഏരിയയിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് നോക്കിയാലും കാണാൻ പറ്റും ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ എല്ലാം. ഇപ്പം നമ്മൾ ഇനിയിപ്പം ഡ്രാഗൺ ഫ്ലൈ ഡോജി നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഓക്കെ, അപ്പം അത് നമുക്ക് കണ്ട് ഈ ക്യാൻഡിൽസ് ഉണ്ട്, ഇത് ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണ്. ഇത് എവിടെ ആക്ട് ചെയ്യുന്നു? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ഏരിയയിലാണ് കൂടുതലും ആക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണക്ക് തന്നെ ഡ്രാഗൺ ഫ്ലൈ ഡോജി സപ്പോർട്ട് ഏരിയയിലാണ് കൂടുതലും ആക്ട് ചെയ്തേക്കുന്നത്. ഇത് കൺഫർമേഷനാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമല്ല, അതിൽ നിന്ന് വേറെ ഒത്തിരി കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. നമ്മൾ ആദ്യത്തെ വീഡിയോ പറഞ്ഞതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് പറഞ്ഞിരുന്നത്, അത് മാത്രം നോക്കിയിട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കി, അതായത് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കി ഓരോ ക്യാൻഡിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ക്യാൻഡിൽ നോക്കിയിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഇപ്പം ഡ്രാഗൺ ഫ്ലൈ ഡോജി കണ്ടില്ലേ, ഇപ്പം ഇത് എങ്ങനെ എടുക്കുന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്ലൈ ഡോജി സപ്പോർട്ട് ഏരിയയിൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ നമ്മൾ കൂടുതലും ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഇതാണ്ട് ഈ കാണുന്നത് പിന്നിൻ ടോപ്പ് എന്ന് പറയും, ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് പറയും, പിന്നിൻ ടോപ്പ് എന്ന് പറയാറുണ്ട്. അപ്പം രണ്ട് പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിലും വരാം, ഇഷ്ടംപോലെ വരാറുണ്ട്. ഞാൻ ചുമ്മാ ഒരു ഏരിയ എടുത്ത് നോക്കിയാൽ അതിലും കാണാം. ഇത് ചുമ്മാതെ ഒരു ഏരിയയിൽ നോക്കിയാലും അവിടെയും കാണാം ഈ രണ്ട് ക്യാൻഡിൽസ്. നമുക്കതിന്ന് നോക്കാം, നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ വരാറുണ്ട് ഈ ക്യാൻഡിൽ. ഇപ്പം തന്നെ ഈ ഒരു ഏരിയ ഉണ്ട്, ഇതിങ്ങനെ എവിടെയൊക്കെ നമ്മൾ റിവേഴ്സ് ആവുന്നോ, ഇപ്പം റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് അവിടെ റിവേഴ്സ് ആവണമെങ്കിൽ ഈ ക്യാൻഡിൽ കൂടുതലും കാണിക്കാറുണ്ട്. ആ ഏരിയയിൽ ഇഷ്ടം പോലെ വട്ടം കാണിക്കാറുണ്ട് കണ്ട. അതുപോലെ തന്നെ ഓരോ ഏരിയയിൽ വരുമ്പോഴും ഇപ്പം ഇൻഡിസിഷൻ ക്യാൻഡിലാണ് കൂടുതലും കാണിക്കാറുള്ളത് കണ്ട, ഇൻഡിസിഷൻ ക്യാൻഡിൽ കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ഏരിയ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതിൽ എപ്പോഴും ഇതിപ്പോൾ ഈ ക്യാൻഡിൽ മനസ്സിലായോ, ഇതാണ് അല്ല ഡോജി ക്യാൻഡിൽ. ഇതൊരു വലിയ ഡോജി ക്യാൻഡിൽ. അതായത് ഡോജി ക്യാൻഡിൽ പ്രത്യേകത എന്താണെന്ന് അറിയാവോ, ഇതിൽ വിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കൂടുതലായിരിക്കും. അതായത് കണ്ട ബോഡി ഇല്ല, വിക്ക് കൂടുതലാണ്. ഇതൊരു റിവേഴ്സ് ക്യാൻഡിലാണ്. മാർക്കറ്റ് ഒരു ഏരിയയിലോട്ട് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടുന്ന് റിവേഴ്സ് ആവാനുള്ള, അതായത് ഇപ്പം സെല്ലേഴ്സ് ആയിരുന്നു ഇവിടം വരെ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ടിരുന്നത്, ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതുണ്ട് ക്യാൻഡിൽ റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഈ ക്യാൻഡിലൊക്കെ തോനെയും കാണിക്കുന്ന കാര്യം സെല്ലേഴ്സിന് സ്ട്രെങ്ത് കുറയുന്നുണ്ട് നല്ലപോലെ. അപ്പം അത് ബയ്യേഴ്സിൻ്റെ സൂചന കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി റെസിസ്റ്റൻസ് ഏരിയയിൽ ഇതാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഈ ഷൂട്ടിംഗ് സ്റ്റാർ ഇഷ്ടംപോലെ ഏരിയയിൽ വരുന്നുണ്ട്. അതായത് റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഇത് കൺഫേം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്തായാലും. ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇപ്പം നിലവിൽ ഉണ്ട്. ഇപ്പം ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഇവിടെ എല്ലാം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഇത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഓക്കെ, ഇത് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ എല്ലാം കണ്ട ഈ ഷൂട്ടിംഗ് സ്റ്റാർ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. കണ്ട ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ പറ്റും. റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ ഇങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം ആ ഏരിയയിലെല്ലാം ഈ ഷൂട്ടിംഗ് സ്റ്റാർ, അതുപോലെ തന്നെ ഹാമർ ക്യാൻഡിൽ ഇതെല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കണം. വരുന്നുണ്ടോ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇൻഡിസിഷൻ ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ എവിടെ വേണമെങ്കിലും ഇൻഡിസിഷൻ ക്യാൻഡിൽ വരാം. അപ്പം അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ അടുത്തത് വേറെ ഓരോ ഏരിയയിൽ നമുക്ക് വരച്ച് നോക്കുമ്പം കാണാം. ഓരോ ഏരിയയിലും നോക്കാം ഷൂട്ടിംഗ് സ്റ്റാർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ക്യാൻഡിൽ ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി. മനസ്സിലായി? ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഡ്രാഗൺ ഫ്ലൈ ഡോജി കണ്ട,
ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് സപ്പോർട്ട് ഏരിയയിലാണ്. റെസിസ്റ്റൻസ് ഏരിയ വരത്തില്ലെന്നല്ല, സപ്പോർട്ട് ഏരിയയിലാണ് ഇത് കൂടുതലും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സപ്പോർട്ട് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത്. ഉണ്ട് ഇവിടെയും ഡ്രാഗൺ ഫ്ലൈ ഡോജി കാണാം, ഇവിടെയും കാണാം. ഉണ്ട് ഇതെല്ലാം ഒരു കൺഫർമേഷനാണ് നമുക്ക് എൻട്രി എടുക്കാനുള്ള. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ ഇത്തരം ക്യാൻഡിൽ കാണുമ്പോൾ അവിടെ എൻട്രി എടുക്കാനുള്ള ഒരു കൺഫർമേഷൻ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്നു. അത് ഇഷ്ടം പോലെ നമുക്ക് ലോകത്തുള്ള ഏത് ചാർട്ടിലും നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് നോക്കാം. ഈ സ്റ്റഡി നമ്മൾ ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നോക്കണം, നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. നമുക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാ ചാർട്ടിലും കാണാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു തന്ന ഇപ്പം ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജി നമ്മൾ രണ്ടുമൂന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റെസിസ്റ്റൻസ് ഏരിയയിൽ ഈ ഗ്രേവിസ്റ്റോൺ ഡോജി വരും. അതുപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഈ എല്ലാ ഏരിയയിലും റെസിസ്റ്റൻസ് ആയാലും സപ്പോർട്ട് ആയാലും ഏരിയയിലെല്ലാം ഈ ലോങ് ലെഗ്ഡ് ഡോജി ഇത് വരും. ഓക്കെ, ഇനി ഉള്ളത് ഡോജി ക്യാനിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ബോഡി കാണത്തില്ല, വിക്ക് മാത്രമായിരിക്കും കാണുന്നത്. ഓക്കെ, ഒരു കൺഫ്യൂഷൻ, സെല്ലേഴ്സും ബയ്യേഴ്സും കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഏരിയ ആണ്, മനസ്സിലായി? അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് സ്പിന്നിൻ ടോപ്പാണ്, അതായത് ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഏറ്റവും എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ റിവേഴ്സ് ആവാനുള്ള ചാൻസ് കൂടുതൽ കാണിക്കുന്നത് ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, ഈ ക്യാൻഡിലാണ്. അപ്പോൾ അത് എപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം എല്ലാ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിലെല്ലാം ഈ കാണിച്ച എല്ലാം ആക്ട് ചെയ്യും. അപ്പം ഈ സ്പിന്നിൻ ടോപ്പ് നമുക്ക് എല്ലാ റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയിലെല്ലാം കാണാം. ഇപ്പം നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കുകയാണ്. റെസിസ്റ്റൻസ് ഏരിയ ഓക്കെ, ഇവിടെ വരയ്ക്കുമ്പോൾ എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ഈ ഒരു ഏരിയയിലെല്ലാം ഇൻഡിസിഷൻ ക്യാൻഡിലാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇൻഡിസിഷൻ ക്യാൻഡിലാണ് മൊത്തം ഉള്ളത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട് അല്ലേ. അപ്പം ഇവിടെയാണ് ഡോജി ക്യാൻഡിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഡോജി ക്യാൻഡിൽ, ഇത് നേരത്തെ കാണിച്ച ഡോജി ക്യാൻഡിലാണ്. അതേപോലെ തന്നെ ഇൻഡിസിഷൻ ക്യാൻഡിൽ ഇവിടെ 1, 2, 3 എല്ലാം ഇൻഡിസിഷൻ ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലാ ഏരിയയിലും ഇതിങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ആദ്യം സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ഇങ്ങനെ വരച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് എല്ലാം വർക്ക് ആവുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കുക. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ധാരണ കിട്ടും എന്താണെന്നുള്ളത്. അപ്പം അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കാണും, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ഈ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പം താങ്ക് യു.